പ്രധാനപ്പെട്ട വാർത്ത റാമാണ് അവിടുത്തെ ആന്റി റാഗിംഗ് സെല്ലിന്റെ ചുമതല വഹിച്ചിരുന്ന അധ്യാപകൻ എന്നതാണ്. അതെന്തായാലും കേമമായി. അദ്ദേഹം തന്നെ ഇതിൽ ഏറ്റവും അനുയോജ്യനാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്തൊക്കെയാണ് ഇത്തരം ചുമതലയുള്ള ഒരാൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ആ വിദ്യാർത്ഥികൾ അവിടെ അനുഭവിച്ചിരുന്ന മോശപ്പെട്ട അനുഭവങ്ങൾ അത് എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അതല്ലോ, കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ കൊടുക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത്രത്തോളം ആരോപണം ഇയാൾക്കെതിരെ നേരത്തെ നടപടിയെടുത്ത ഒരു അധ്യാപകൻ, നടപടിക്ക് വിധേയനായ ഒരു അധ്യാപകൻ, അതിനുശേഷം നിരവധി പരാതികൾ ഈ അധ്യാപകനെതിരെ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഒരാളാണ് ഈ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ അംഗമായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം കൂടുതൽ കുട്ടികൾ ഈ ഒരു തങ്ങൾ നേരിട്ട അധിക്ഷേപത്തിനെതിരെ വരുന്നുണ്ട്. ഇയാളുടെ സ്ഥിരം പരിപാടി ഇത്തരത്തിൽ ചെരുപ്പിടാതെ വരുന്നവരെ കോളനി എന്നാണ് ഇയാൾ വിളിക്കുന്നത്. അത്രത്തോളം അധമനായ ഒരു അധ്യാപകൻ. ആ വിദ്യാർത്ഥികൾ അതെല്ലാം ഇപ്പോൾ ഓരോ കാര്യങ്ങളും പുറത്തു പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ അവിടെ എത്തിയതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ പോലും തയ്യാറത്. കാരണം അത്രത്തോളം ഭയപ്പാടോടുകൂടിയാണ് ആ വിദ്യാർത്ഥികൾ കഴിയുന്നത് അവിടെ. അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഇനിയിപ്പോൾ അവർ പറയുന്നത് നിതിൻ രാജിന് നീതി ലഭിക്കണം, ഇനി തങ്ങളുടെ ഭാവി എന്താകുമെന്ന് തങ്ങൾക്കറിയില്ല. അത്രത്തോളം വലിയ ഭീഷണി ഉണ്ട്, അതുമാത്രമല്ല ഭയമുണ്ട് ഈ ഒരു കാര്യത്തിൽ. പക്ഷേ ഇതിലൊരു തീരുമാനമാവാതെ ഇനി ക്ലാസുകളിലേക്ക് കയറില്ല, ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് വിദ്യാർത്ഥികൾ നീങ്ങുന്നു. അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അവിടെയുള്ളത്. മറ്റ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവധിയാണ്. ഈ അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇന്ന് മാനേജ്മെന്റ് തലത്തിലുള്ള ഒരു ചർച്ച വിളിച്ചതും ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. അങ്ങനെ മാനേജ്മെന്റ് പ്രതികൾ ആര് എന്നുപോലും അറിയാതെ ഒരു കോളേജാണ് ഇത് നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം റാമിനെതിരെ ഉയരുന്നുണ്ട്. പോലീസ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ആത്മഹത്യ പ്രേരണ കുറ്റം, അതോടൊപ്പം SC/ST അതിക്രമം തടയൽ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാളും സംഗീത എന്ന് പറയുന്ന മറ്റൊരു അധ്യാപിക, ഇവർക്ക് രണ്ടുപേർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ ശേഖരിച്ച് കൃത്യമായി ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതികളുടെ അറസ്റ്റിലേക്ക് മറ്റും കടക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിലകത്തുള്ള CCTV ദൃശ്യങ്ങൾ, നമ്മളാണ് ആ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്, ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് പോലീസ് കണ്ടെടുത്തു. അതിൽ കൃത്യമായി എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഇത് ഫെബ്രുവരി മാസം ആദ്യവാരമാണ് ഈ നിതിൻ ലോൺ ആപ്പ് വഴി, ഇത്തരത്തിൽ മൊബൈൽ ആപ്പ് വഴി ലോൺ എടുക്കുന്നത്. അതായത് 14,000 രൂപ കുടുംബം പറഞ്ഞത് വളരെ കൃത്യമാണ്. ആ കുടുംബം പറഞ്ഞ രീതിയിൽ 14,000 രൂപയാണ് അതിൽ നിന്നും ലോണായി എടുത്തിട്ടുള്ളത്. അതിൽ 5,000-ഓളം രൂപ തിരിച്ചടച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ആ ആപ്പ് കമ്പനി, അതായത് 10-ാം തീയതിയാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. 9-ാം തീയതി 98 പ്രാവശ്യമാണ് നിതിൻ രാജിനെ ആ ആപ്പ് അധികൃതർ ബന്ധപ്പെട്ടത്, ഭീഷണിപ്പെടുത്തിയത്, സന്ദേശങ്ങൾ അയച്ചത്, അതോടൊപ്പം കോൾ കൂടി വിളിച്ചത്. അതേ സമാനമായി ലത എന്ന് പറയുന്ന ഈ നിതിന്റെ പ്രിയപ്പെട്ട അധ്യാപികയെ 26 തവണ വിളിച്ചതായും തെളിവുകൾ കണ്ടെത്തി. അതായത് നിതിന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ചിലപ്പോൾ അതായിരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു കാര്യം, അതായത് ലത എന്ന് പറയുന്ന അധ്യാപക വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായാണ് നിതിനെ അത്രത്തോളം ചേർത്ത് പിടിച്ചൊരു അധ്യാപികയുടെ. അവരുടെ നമ്പർ ഉപയോഗിച്ചായിരുന്നു ഈ ആപ്പിൽ നിന്ന് പണമെടുത്തൊക്കെ തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് അങ്ങനെ ശരിയല്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് റെഫറൻസിനായി അധ്യാപികയുടെ നമ്പർ നിതിൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നമ്പർ ഈ ഒരു ആപ്പ് കമ്പനിക്ക് കിട്ടുന്നു, മൊബൈൽ ആപ്പ് കമ്പനി കിട്ടുന്നു. നിരന്തരം വിളിച്ച് ഈ ലത എന്ന് പറയുന്ന അധ്യാപികയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. 10-ാം തീയതി രാവിലെ പ്രിൻസിപ്പലിന് അധ്യാപിക ഇതിൽ പരാതി കൊടുക്കുന്നു. അങ്ങനെ നിതിനെ അവിടെ വിളിച്ചു വരുന്നു. നിതിൻ വിളിച്ചു വരുത്തുന്ന ദൃശ്യം, ആദ്യം നിതിനകത്തേക്ക് കടന്നു പോകുന്ന ദൃശ്യമുണ്ട്. അതിനുശേഷം നിതിനോട് മൊബൈൽ എടുത്തുകൊണ്ടുവരാൻ ഈ പ്രിൻസിപ്പൽ ആവശ്യപ്പെടുന്നു. അങ്ങനെ മൊബൈലുമായി രണ്ടാമത് തിരിച്ചു വരുന്ന ദൃശ്യങ്ങളുണ്ട്. പിന്നീട് അവിടെ നടക്കുന്ന മുഴുവൻ സംഭാഷണങ്ങളും, അവിടെ നടന്ന സംഭാഷണങ്ങൾ, അതുകൂടാതെ ഈ ആപ്പ് അധികൃതരുമായി അവിടെ നിന്ന് തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം ഈ CCTV ദൃശ്യത്തിലുണ്ട്. അതിനുശേഷം പോലീസ് പറയുന്നതാണെങ്കിൽ ഈ മൊബൈൽ അവിടെ പിടിച്ചു വെച്ചു എന്നാണ്. അതിനുശേഷം ഇവർ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് നിതിൻ പോവുകയും 10 മിനിറ്റിനകം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രിൻസിപ്പൽ അത് നിഷേധിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ പറയുന്നത് മൊബൈൽ അവിടെ ഏൽപ്പിച്ച് നിതിൻ പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാണ്. പക്ഷെ പോലീസ് പറയുന്നത് അങ്ങനെയല്ല. പക്ഷെ ഈ പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് ഈ സമയം വരെ ഏതെങ്കിലും തരത്തിൽ തെറ്റായോ അത്തരം മോശമായ രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടായെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ പോലീസ് പറയുന്നുമില്ല. പക്ഷേ റാം എന്ന് പറയുന്ന ഈ അധ്യാപകനെതിരെ വലിയ തോതിൽ ആക്ഷേപമുണ്ട്. നിതിനെ വലിയ തോതിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു. അതായത്
അതായത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ നിസ്സഹായ അവസ്ഥയിലായിരുന്നു നിതിൻ എന്ന് വേണം പറയാൻ. ഇത് നിതിൻ മാത്രമല്ല, അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും അടക്കം ഇയാൾ വലിയ തോതിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രതികരണമായി രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. ഏതായാലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് വലിയ തോതിലുള്ള പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഈ റാമിന് ഒരു ക്ലിനിക് ഉണ്ട്, അവിടെ ആ ക്ലിനിക്ക് താഴിട്ട് പൂട്ടുന്ന രീതിയിലുള്ള പ്രതിഷേധ സമരമാണ് നടത്തിയത്. ഇനി വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകും. പ്രധാനമായും ഉയരുന്ന ആവശ്യം റാമിനെ ആ കോളേജിൽ നിന്നും പിരിച്ചുവിടണം എന്ന് തന്നെയാണ്. അതോടൊപ്പം ഈ റാമിനെ അറസ്റ്റ് ചെയ്ത് ഈ ഇതിന്റെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കണമെന്നൊരു ആവശ്യവും വിവിധ സംഘടനകളും പാർട്ടികളും കൂടുതൽ പ്രതികരണങ്ങളും ലഭ്യമായി തുടങ്ങുന്നുണ്ട് ആ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള. നമുക്ക് അതിലേക്ക് പോയ ശേഷം ഞാൻ ബൈജുലേക്ക് തിരികെ എത്താം. ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അല്ല, അത് കുറച്ചും കൂടി വേറെ കുറെ കാര്യങ്ങൾ കോളേജിൽ എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാവണം. ആദ്യം നോക്കും, എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് അവരോട് സംസാരിച്ച് അതിലൊരു തീർപ്പ് വരുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ പ്രിൻസിപ്പൾ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലാണ്. പ്രിൻസിപ്പളിന് അറിയില്ല കംപ്ലൈന്റ് കൊടുത്ത കാര്യം. 3 മാസമല്ല, ഈ MK റാം എന്ന് പറയുന്ന സാറിന്റെ പേരിൽ ഇഷ്ടംപോലെ അലിഗേഷൻസ് പിള്ളേര് വെർബലി ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കേസ് വന്ന് ആ MK റാമിന്റെ പേരിൽ ഉയർന്നുകൊണ്ടാണ് പുള്ളി മാത്രം എന്നുള്ളത്. അത് നമ്മൾ ബാക്കിയുള്ള കംപ്ലൈന്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മാനേജ്മെന്റ് അധ്യാപകരുണ്ട്. അപ്പൊ അത് മാനേജ്മെന്റായി സംസാരിച്ച് അവർ നമുക്ക് ഡിസിഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പക്വമായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നവരെ നമ്മൾ അവരോട് അത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധം നിർത്തുള്ളൂ. എന്തായാലും വിദ്യാർത്ഥി പ്രതിനിധികളാണ് അവിടെ സംസാരിച്ചത്. ബൈജു, ഈ മാനേജ്മെന്റ് അവരുടെ യഥാർത്ഥ ആളുകളെ പോലും ആ ചർച്ചയിൽ വിടാൻ തയ്യാറായില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മാനേജ്മെന്റിനും അതിൽ ഒരു ഭയപ്പാടുണ്ട്, പ്രശ്നത്തിലാണ് എന്നുള്ളൊരു തോന്നലുണ്ട് എന്ന് തോന്നുന്നു. എന്താണ് ഈ വിദ്യാർത്ഥികൾ പ്രധാനമായും പറയുന്നത്? എന്തോ ഈ മാനേജ്മെന്റുമായി ബന്ധപ്പെടാൻ നമ്മൾ ഈ സമയം വരെ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇത് ആരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് വിദ്യാർത്ഥികളും പറയുന്നത്. ആരാണ് ഇതിന്റെ യഥാർത്ഥ മാനേജ്മെന്റ്? ഇവർ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ഒരു ചർച്ച ഇന്ന് സംഘടിപ്പിച്ചു, ചർച്ചയ്ക്കായി വന്നതാകട്ടെ ഇത് ഈ മാനേജ്മെന്റ് പ്രതിനിധികളുടെ ഒരാളായി വന്ന ഒരാൾ, അല്ലാതെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ആളുകളല്ല എന്നാണ്. പലരും വിദേശത്താണ്. ഒരു പക്ഷേ ഈ ഒരു കൃത്യമായി ഈ അഞ്ചരക്കണ്ടി കോളേജിനെ നേരത്തെ ഇതിന്റെ അംഗീകാരമൊക്കെ റദ്ദാക്കിയതാണ് നമുക്കറിയാം. അത്തരത്തിൽ ഇനിയിപ്പോൾ ഇതിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കൃത്യമായി ഇവർ മറിഞ്ഞിരിക്കുന്നതാണോ, അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. അതായത് 7 അംഗ സംഘത്തെ രൂപീകരിച്ച് അതിൽ ഓരോ വിഭാഗങ്ങൾ, അതായത് സൈബർ ടീം അടക്കം അതിലുണ്ട്. ഈ കോളേജുമായി ബന്ധപ്പെട്ട ഈ ദുരൂഹത അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും സമയമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ചർച്ച ചെയ്ത ഒരു സംഭവമായിട്ടും ഇവർ രംഗത്ത് വരാത്തതെന്നാണ് പ്രധാനമായും നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം ഈ സമയത്ത് നിതിനെ ഇവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിതിനെ ചേർത്ത് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ മുന്നോട്ട് വരുന്നില്ല എന്നതാണ് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്നാലും വലിയ പരാതി ഈ അധ്യാപകനെതിരെ ഉയർന്നിട്ടും സസ്പെൻഷൻ നടപടിയിൽ മാത്രം ഒതുക്കുകയാണ്. നേരത്തെ സസ്പെൻഷനിലായ ഒരു അധ്യാപകൻ അയാൾ വീണ്ടും അവിടെ വരുന്നു, പിന്നീട് ഇതേ സ്വഭാവം കുട്ടികളോടൊക്കെ കാണിക്കുന്നു. അതിലൊരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. മറ്റു കുട്ടികൾ അവരവരോട് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴും അവർ വലിയ ഭയപ്പാടോടെയാണ് നിൽക്കുന്നത്. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമ്പോൾ, കാരണം അവസാന വർഷ വിദ്യാർത്ഥികളാണ്, ഇവരെ പരീക്ഷയിൽ തോൽപ്പിക്കുന്നതടക്കം അത്തരം പലതരത്തിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ പ്രതികരണം കൂടുതൽ വരുന്ന സ്ഥിതിക്ക് എന്ത് നടപടിയാണ് തങ്ങൾക്കെതിരെ എടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്നവർ പറയുന്നു. പക്ഷേ ഇനി ഈ ഒരു കാര്യത്തിൽ തീരുമാനമാകുന്നവരെ ഇനി എന്ത് പ്രശ്നമുണ്ടായാലും കൃത്യമായി ക്ലാസുകൾ ബഹിഷ്കരിച്ച് ആ ഒരു പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനെയാണ് അവർ പറയുന്നത്. ഏതായാലും വരും സമയങ്ങളിലും ഇനി കൂടുതൽ പ്രതികരണം ഇതിലുണ്ടായേക്കാം. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നീക്കങ്ങൾ ഈ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. ഈ രക്ഷിതാക്കളുടെ മൊഴി ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. അതോടൊപ്പം സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി ഇന്നത്തേക്ക് പൂർത്തിയായിരിക്കുന്നു. കൂടുതൽ ഡിജിറ്റൽ രേഖകൾ അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ വളരെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ, അതിനുമെല്ലാം അപ്പുറം വലിയൊരു സംഭവം, ഇതിലൊരു വലിയ വാർത്ത വരാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അത് അന്വേഷണ ഘട്ടത്തിലായതുകൊണ്ട് ഇപ്പോൾ അവർ പങ്കുവെക്കാൻ തയ്യാറല്ല. അത് അന്വേഷണത്തെ ബാധിക്കും. പക്ഷേ ഇതിലും അപ്പുറം വലിയൊരു വാർത്ത ഈ ഒരു കേസിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം കൃത്യമാണ്, ഒരു മൊബൈൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ഉണ്ടായ പ്രശ്നമല്ല നിതിൻ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയതെന്ന് കൃത്യമായി പോലീസ് നമ്മോട് പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്.
അത് ഏതായാലും വരും ദിവസം അത് പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു വ്യക്തത വന്നതിന് ശേഷം അത് പുറത്തു വരും. ഈ അധ്യാപകന്റെ ഈ ഒരു മാനസികമായ സമ്മർദ്ദവും വലിയ തോതിലുള്ള അവഹേളനമൊക്കെ ഈ ഒരു ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ട്. കൂടുതൽ സംഭവങ്ങൾ ഇതിൽ ഇനിയും പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ പ്രിൻസിപ്പലിന്റെ മുറിയിൽ എന്താണ് നടന്നതെന്ന് കുറിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ദൃശ്യം CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകും. ഏതായാലും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതോടൊപ്പം റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ ഇത്തരത്തിലുള്ള പ്രവൃത്തി, അതോടൊപ്പം മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അത് പോലീസ് ഇപ്പോൾ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ തയ്യാറല്ല. അതിപ്പോൾ പങ്കുവെക്കുന്നതും ശരിയല്ല. കാരണം അന്വേഷണം വളരെ ആ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഏതായാലും ഇതിൽ നിതിൻ രാജ് ഇത്തരത്തിൽ മരിക്കാനിടയായ സംഭവത്തിൽ ഇതിലെ മുഴുവൻ കുറ്റവാളികളെയും പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്, അവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്, നിതിനെ ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകളും ഉന്നയിക്കുന്നതും. എന്തായാലും അത്തരം കാര്യങ്ങൾ വൈകാതെ തന്നെ പുറത്തുവരും. വലിയ ദുരൂഹത മറനീക്കി ഇതിൽ പുറത്തു വരാനുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ കർട്ടന്റെ പിറകിലുള്ളത് എന്ന കാര്യത്തിലൊക്കെ പുറത്തു വരാനുണ്ട്. ഏതായാലും ഈ മാനേജ്മെന്റിന്റെ ഈ ഒരു ഒളിച്ചുകളി എന്തിനാണെന്ന് കൃത്യമായി ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിട്ട് പലതവണ ഇത് ആരാണ് മാനേജ്മെന്റ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട് സംസാരിക്കേണ്ട ആളെന്ന് പോലും കണ്ടെത്താൻ നമുക്കും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നം ഇത് ഇപ്പോൾ അവസാനിക്കില്ല. ഇനിയും ഇതിന്റെ ഒരുപാട് ദുരൂഹതകൾ ഇനി പുറത്തു വരാനുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എൽദോ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ ആ മരണം അത് വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. അധ്യാപകരുടെ രീതികൾ, അധ്യാപകർ പലപ്പോഴും വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അധ്യാപകർ എന്ന മഹത്വത്തെ മറന്ന് അവർ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഒരു ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ ചുമതലയുള്ള അധ്യാപകനാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആരോപണ വിധേയൻ എന്നതോടുകൂടി അതിനകത്ത് ചേർത്ത് വയ്ക്കുന്നു. എന്നാണെങ്കിലും വലിയ തോതിൽ അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നു, ചർച്ചകൾ അത് പുരോഗമിക്കുന്നു. പക്ഷേ ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി മാനേജ്മെൻറ്റിൽ നിന്നോ കോളേജിൻ്റെ ഭാഗത്തു നിന്നോ ലഭിക്കുന്നില്ല. നിതിൻ രാജിന് നീതി കിട്ടണമെന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.